ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DCS2-ലെ സെക്കൻഡ് മൊഡ്യൂൾ ഫൗണ്ടേഷൻസ് ആണ്, ഡിസൈൻ ഓഫ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കിയാൽ നമുക്ക് രണ്ട് സെക്ഷൻസ് ആണ് വരുന്നത്, ഫൗണ്ടേഷൻസ് അതുപോലെ തന്നെ കമ്പൈൻഡ് ഫൂട്ടിങ്സിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസുമാണ് വരുന്നത്. സോ ഫൗണ്ടേഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, IS code provisions for design of isolated footings, design principles of rectangular footings, then design of rectangular footings, their numerical problems, uniform thickness and slot, then eccentrically loaded rectangular footing of uniform thickness, അതിൻ്റെ ഡീറ്റെയിലിംഗ്. ഇതാണ് നമുക്ക് ന്യൂമറിക്കൽ സെക്ഷൻസ് വരുന്നത്. പിന്നെ കമ്പൈൻഡ് ഫൂട്ടിങ്സിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ്, അനാലിസിസ് ഓഫ് കമ്പൈൻഡ് ഫൂട്ടിങ്സ്, അതായത് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങും ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങും, ഇത്രയുമാണ് സിലബസ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് പോവാം, അതിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്. സോ here is our first question. Design and detail an isolated footing for a square column 400 by 400 millimeter reinforced with 8 bars of 20 mm diameter and carrying a load of 2100 kilonewton. SBC of the soil is 280 kilonewton per meter square. Use M20 grade concrete and Fe 415 grade steel. Okay. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 400 by 400 millimeter സൈസ് ഉള്ള ഒരു സ്ക്വയർ കോളം നമുക്ക് ഡിസൈൻ ചെയ്യണം. ഒരു സ്ക്വയർ കോളം നമ്മുടെ കയ്യിലുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൂട്ടിങ് നമുക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ആ ഒരു കോളത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കോളം 8 bars of 20 mm ഡയമീറ്റർ റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കോളത്തിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് 2100 kilonewton ആണ്. ദെൻ ഈ ഒരു കോളം സപ്പോർട്ട് ചെയ്തിട്ടുള്ള സോയിലിൻ്റെ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 280 kilonewton per meter square ആണ്. ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് M20 ഗ്രേഡ് കോൺക്രീറ്റും അതുപോലെ Fe 415 ഗ്രേഡ് സ്റ്റീലുമാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഗിവൺ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ലോഡാണ്, P is equal to 2100 kilonewton. ദെൻ സൈസ് ഓഫ് ദി കോളം 400 by 400 millimeter. സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 280 kilonewton per meter square ആണ്. FCK എന്ന് പറയുന്നത് 20 ആണ്, 20 Newton per millimeter square ആണ്. അതുപോലെ FY എന്ന് പറയുന്നത് 450 Newton per millimeter squareുമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളത്, ഈ ഒരു കോളത്തിന് 400 by 400 millimeter സൈസുള്ള കോളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൂട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏത് ഷേപ്പിലാണോ നമ്മുടെ കോളം ഉള്ളത് ആ സെയിം ഷേപ്പിലായിരിക്കും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫൂട്ടിങ്ങും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ക്വയർ കോളമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സ്ക്വയർ കോളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ സ്ക്വയർ ഫൂട്ടിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ റെക്ടാങ്കുലർ കോളത്തിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഏത് ഷേപ്പിലാണോ നമ്മുടെ കോളത്തിൻ്റെ സൈസ്, കോളത്തിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്, അതിനനുസരിച്ച് ഫൂട്ടിങ്ങിന് നമ്മൾ ആ ഒരു സെയിം ഷേപ്പ് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയും നമ്മളൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഫൂട്ടിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൂട്ടിങ്ങിൻ്റെ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതിന് തന്നിരിക്കുന്നത്? മെയിനായിട്ട് തന്നിരിക്കുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് 2100 kilonewton ആണ്. അതുപോലെ തന്നെ ആ ഒരു ഫൂട്ടിങ് ഇരിക്കുന്ന സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 280 kilonewton per meter squareുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലൊരു ഫോഴ്സ് ഉണ്ട്, ഒരു സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി kilonewton per meter square ആണ്, അതായത് അത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ലോഡ് അല്ലെങ്കിൽ ഫോഴ്സും പ്രഷറുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഫോഴ്സും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്, റൈറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോഴ്സും പ്രഷറും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് പ്രഷർ എന്ന് പറയുന്നത്, ഓക്കെ, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. നമ്മുടെ കയ്യിൽ പ്രഷറും ഫോഴ്സും ആണ് ഉള്ളത്, സോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, റൈറ്റ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ പ്രഷർ ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ പ്രഷർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ദി ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ പ്രഷർ. പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ ആയിട്ട് തന്നിരിക്കുന്നത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദി ഫൂട്ടിംഗ് ടോട്ടൽ ലോഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് വരും. ഇനി ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൂട്ടിങ്ങിൻ്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൂട്ടിങ്ങിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഫൂട്ടിങ്ങിൽ എന്തെല്ലാം ലോഡ്സ് ആക്ട് ചെയ്യുന്നോ ആ എല്ലാ ലോഡും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫൂട്ടിങ് നമ്മൾ എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? കോളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കോളത്തിൽ ആക്ട് ചെയ്യുന്നത് 2100 kilonewton ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോളത്തിൽ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കോളത്തിനെയാണ് ഫൂട്ടിങ് സപ്പോർട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ ഫൂട്ടിങ്ങിന്റെ ടോട്ടൽ ലോഡ് നോക്കിക്കഴിഞ്ഞാൽ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു 2100 കിലോ ന്യൂട്ടണും ഉണ്ട്. അതുപോലെ തന്നെ ആ കോളം ഇറ്റ്സെൽഫ് ഒരു ലോഡ് കൊടുക്കുന്നുണ്ട്. കോളത്തിന്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു സെൽഫ് വെയിറ്റിനെയും ഈ ഫൂട്ടിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഏരിയ ഓഫ് ദി ഫൂട്ടിംഗ് കണ്ടുപിടിക്കാൻ ലോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു കോളത്തിന്റെ സെൽഫ് വെയിറ്റിനെയും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോളത്തിന്റെ സെൽഫ് വെയിറ്റിനെ പറ്റി ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ ജനറലി എടുക്കുന്ന ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ എത്രയാണോ കോളം ലോഡ് അതിന്റെ 10% ആണ് സെൽഫ് വെയിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അസ്യൂം 10% ഓഫ് ദി കോളം ലോഡ് ആസ് ദി സെൽഫ് വെയിറ്റ് ഓഫ് ദി കോളം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് 2100 ഉണ്ട്. അതിന്റെ കൂടെ ഈ 2100ന്റെ 10%, ഓക്കെ, 2100ന്റെ 10%ഉം കൂടി നമ്മൾ ആഡ് ചെയ്യും. അതാണ് നമ്മുടെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണ്? 280 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും 2310 ഡിവൈഡഡ് ബൈ 280 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഏരിയ ഓഫ് ദി ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 8.25 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഫൈൻ. ഈ ഒരു 2100 എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ ഒരു 2100 എന്ന് പറയുന്നത് എന്താണ്, കിലോ ന്യൂട്ടണിലാണ്. ഇവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ കിലോ ന്യൂട്ടൺ കട്ടായി പോയിട്ട് മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദി ഫൂട്ടിംഗ് കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് ദി ഫൂട്ടിംഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ സൈസ് ആണ്. നമുക്കൊരു ഫൂട്ടിംഗ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫൂട്ടിങ്ങിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ അതിന്റെ ബ്രെഡ്ത്തുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈഡിന്റെ സ്ക്വയർ ആണല്ലേ, സൈഡ് സ്ക്വയർ ആണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സൈസ് ഓഫ് ദി ഫൂട്ടിംഗ് എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? നമുക്ക് ഈ ഒരു ഏരിയയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 8.25 എടുത്താൽ മതി. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2.8 മീറ്റർ എന്നാണ് ആ ഒരു സൈഡ് കിട്ടുന്നത്. 2.8നെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 3 മീറ്റർ എന്ന് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈസ് ഓഫ് ദി ഫൂട്ടിംഗ് കാൽക്കുലേഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചു. പ്രൊവൈഡ്, ലാസ്റ്റ് നമുക്ക് ആ ഒരു സ്റ്റെപ്പിന്റെ ലാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് പ്രൊവൈഡ് എ സ്ക്വയർ ഫൂട്ടിംഗ്, ഓക്കെ, സ്ക്വയർ ഫൂട്ടിംഗ് ഓഫ് സൈസ് 3 മീറ്റർ ബൈ 3 മീറ്റർ. നമ്മുടെ കോളം എന്താണ്, സ്ക്വയർ കോളം ആയിരുന്നു. അതുകൊണ്ടാണ് ഫൂട്ടിംഗ് നമ്മൾ സ്ക്വയർ ഫൂട്ടിംഗ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഒരു കോളം ഇരിക്കുന്നത് സോയിലാണ്. കോളം അതുപോലെ തന്നെ ഫൂട്ടിംഗ് ഇതെല്ലാം സോയിലാണ് അൾട്ടിമേറ്റ്ലി സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സോയിലിന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 280 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും സ്ട്രെസ് ആ ഒരു സോയിലിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആയിപ്പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത 3x3 മീറ്റർ സൈസുള്ള ഈ ഒരു ഫൂട്ടിങ് സോയിലിലേക്ക് ആക്ച്വലി എന്തുമാത്രം സ്ട്രെസ് എക്സേർട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ നമ്മൾ എന്താണ്, ആക്ച്വൽ സോയിൽ പ്രഷർ എന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ഈ ഒരു ഫൂട്ടിങ് എത്രത്തോളം നമുക്ക് എന്താണ് സ്ട്രെസ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് ആക്ച്വൽ സോയിൽ പ്രഷർ എന്ന് പറയുന്നു. ആക്ച്വൽ സോയിൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണല്ലോ. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 2310 കിലോ ന്യൂട്ടൺ ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്തത്? 3 മീറ്റർ ബൈ 3 മീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്തത്. സോ 3/3 ആണ് നമ്മുടെ ഏരിയ വരുന്നത്. അപ്പോൾ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 256.67, ഇത് മീറ്റർ സ്ക്വയർ ആണ്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. 256.67. നമ്മുടെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എത്രയായിരുന്നു? 280 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സോയിലിന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയ ആക്ച്വൽ പ്രഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ ദി സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണ്, അല്ലെ? സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയെക്കാളും ചെറുതാണ്. സോ അവിടെ സോയിലിന് ഫെയിലുവർ ഒന്നും ഉണ്ടാവില്ല, അത് സേഫ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നെറ്റ് അപ്വേർഡ് പ്രഷർ ആണ്. ഓക്കെ, നെറ്റ് അപ്വേർഡ് പ്രഷർ നമ്മൾ സിഗ്മ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. നെറ്റ് അപ്വേർഡ് പ്രഷർ എന്ന് പറയുന്നത് 1.5 ടൈംസ് ആക്ച്വൽ സോയിൽ പ്രഷർ ആണ്. 1.5 ടൈംസ് ആക്ച്വൽ സോയിൽ പ്രഷർ, അതായത് 1.5 ഇൻറ്റു നമ്മുടെ ആക്ച്വൽ സോയിൽ പ്രഷർ ഈസ് 256.67. സോ നമുക്ക് സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നു? 385 കിലോ ന്യൂട്ടൺ
per meter square എന്ന് കിട്ടുന്നു. അപ്രോക്സിമേറ്റ്ലി 385 kilonewton per meter square എന്നാണ് നമുക്ക് നെറ്റ് അപ്വേർഡ് പ്രഷർ, ആക്ച്വലി ഉള്ള നെറ്റ് അപ്വേർഡ് പ്രഷർ കിട്ടുന്നത്. ഈ നെറ്റ് അപ്വേർഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോയിൽ നമ്മുടെ സ്ട്രക്ചറിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ കോളം ഇരിക്കുന്നത്. ആ കോളത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫൂട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫൂട്ടിങ്ങിന്റെ ഈ ഒരു സ്ട്രക്ചർ, ഇത് നമ്മുടെ ഇതിന്റെ ഒരു പ്ലാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇത് നമ്മുടെ ഫൂട്ടിങ്, അതിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മുടെ കോളം, ഇത് നമ്മുടെ കോളം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് സോയിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഈ ഫൂട്ടിങ്ങിൽ ബിനീത്ത് ദി സോയിൽ, ഈ ഫൂട്ടിങ്ങിന് അണ്ടർനീത്ത് ആയിട്ട് സോയിൽ ഉണ്ട്. അപ്പോൾ ആ സോയിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഫൂട്ടിങ്ങിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറാണ് ഈ 385 kilonewton per meter square എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു പ്രഷറാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചെക്കായിട്ട് വന്നിരുന്നത് ഈ ഒരു എന്താണ് ആക്ച്വലി ഉള്ള സ്ട്രെസ് എത്രയാണ്, സോയിലേക്ക് നമ്മുടെ ഫൂട്ടിങ് ആക്ച്വലി എത്ര സ്ട്രെസ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ ഒരു ചെക്കായിട്ട് വന്നത്. ഇത് ലെസ് ദാൻ തന്നെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയെക്കാട്ടിലും ലെസ് ആയിട്ടൊരു വാല്യൂ തന്നെ വരണം, അല്ലെങ്കിൽ നമ്മൾ ആ സൈസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ്. അതായത് നമ്മുടെ ആ ഒരു കോളം ഫൂട്ടിങ് മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈനിങ്ങിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ്, ആ ഒരു ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത് നമുക്ക് അതിന്റെ ഫൂട്ടിങ് എത്രത്തോളം ഡെപ്തിൽ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ കാൽക്കുലേഷൻ വരുമ്പോൾ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത് ഈസ് ആക്ടിങ് അറ്റ് ദി ഫേസ് ഓഫ് ദി കോളം. ഈ ഒരു കോളത്തിന്റെ ഫേസിലാണ് നമുക്ക് ഈ ഒരു ഫൂട്ടിങ്ങിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് കോളത്തിന്റെ ഫേസിലാണ്. അതായത് നമുക്ക് ഈ ഒരു കോളം നോക്കിക്കഴിഞ്ഞാൽ അതിന് 4 ഫേസസ് ഉണ്ട്. അതിൽ ഏത് ഫേസ് വേണോ നമുക്ക് കൺസിഡർ ചെയ്യാൻ. ഞാനിപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫേസ് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇതാണ് എൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലാണ് എനിക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. ഫൂട്ടിങ്ങിന്റെ കേസിൽ അങ്ങനെയാണ്, കോളത്തിന്റെ ഫേസിൽ വരുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ. ആ ക്രിട്ടിക്കൽ സെക്ഷനിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കാന്റിലിവർ പോർഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് കോളത്തിന്റെ ഫേസ് മുതൽ ഫൂട്ടിങ്ങിന്റെ എഡ്ജ് വരെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാന്റിലിവർ പോർഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ കാന്റിലിവർ പോർഷനിൽ നമുക്ക് എന്താണ് 385 kilonewton per meter square എന്ന് പറയുന്നതാണ് നമുക്ക് ആ ഒരു സ്ഥലത്ത് വരുന്ന, ആ ഒരു ഏരിയയിൽ വരുന്ന അപ്വേർഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്വേർഡ് പ്രഷറിനെ ഈ ഒരു സൈഡ് വെച്ചിട്ട്, ഓക്കെ, ഈ ഒരു സൈഡിലാണ് നമുക്ക് ഹൊറിസോണ്ടലി ഉള്ള ഒരു ഫേസിലാണ് നമുക്ക് എന്ത് വരുന്നത്, അപ്വേർഡ് പ്രഷർ വരുന്നത്. അതിനെ ഈ ഒരു വെർട്ടിക്കൽ സൈഡ് കൊണ്ട്, ആ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈസ് എത്രയായിരുന്നു, 3 meter, ആ ഒരു സൈഡ് വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, kilonewton per meterലുള്ള വാല്യൂ കിട്ടും. അതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്, UDL ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, എൻ്റെ ഈ കാന്റിലിവർ പോർഷനിൽ ആക്ട് ചെയ്യുന്ന UDL എത്രയാണെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ലോഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസിലാണ്. ക്രിട്ടിക്കൽ സെക്ഷൻ മീൻസ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഇതൊരു കാന്റിലിവർ പോർഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ കാന്റിലിവറിന്റെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, WL² / 2 എന്നാണ് അല്ലെ. അപ്പോൾ നമുക്ക് W വേണം, L വേണം. W എന്ന് പറയുന്നതാണ് എന്താ വരുന്നത്, ഇവിടെ നമുക്ക് എത്രയാണ് W-ന്റെ വാല്യൂ വരുന്നത്, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു BF എന്നാണ്. ഓക്കെ, സിഗ്മ ഇൻറ്റു BF. സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അപ്വേർഡ് പ്രഷർ, BF എന്ന് പറയുന്നത് ഈ ഒരു ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത്. അതായത് ഈ ഒരു സെക്ഷൻ നമ്മൾ ഷെയ്ഡഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 385 kilonewton per meter square എന്ന് പറയുന്ന ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിന്റെ ഡയമെൻഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും kilonewton per meterലുള്ള വാല്യൂ UDL ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ചെയ്യുന്നത്. സിഗ്മ ഈസ് 385 ഇൻറ്റു BF എന്ന് പറയുന്നത് നമുക്ക് 3 meter ആണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1155 kilonewton per meter എന്നാണ് UDL-ന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് L ആണ്. L എന്ന് പറയുമ്പോഴത്തേക്കും ലെങ്ത് ഓഫ് ദിസ് ക്രിട്ടിക്കൽ സെക്ഷൻ, ഈ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത്, ക്രിട്ടിക്കൽ സെക്ഷന്റെ ഈ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് എത്രയാണ് വരുന്നത്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ ഒരു ഫിഗർ ഇങ്ങോട്ടേക്ക് കാണിച്ചാൽ ഇതാണ് നമ്മുടെ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫൂട്ടിംഗ് ഓഫ് സൈസ് 3/3 ആൻഡ് അതിന്റെ സെന്റർ പൊസിഷനിലായിട്ട് നമ്മുടെ കോളം ഉണ്ട്. കോളത്തിന്റെ സൈസ് എന്ന് പറയുന്നത് 0.4/0.4 ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് ക്രിട്ടിക്കൽ സെക്ഷൻ, ഇത്രയുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മൊത്തത്തിലുള്ള 3യിൽ നിന്നും ഈ ഒരു കോളത്തിന്റെ സൈഡായ 0.4 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും കോളം ഇല്ലാത്ത ആ ഒരു സെക്ഷൻ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ,
മൊത്തമുള്ള 3ൽ നിന്നും കോളത്തിന്റെ ഫേസ് ആയ 0.4 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ ബ്ലൂ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത രണ്ട് പോർഷൻസ് നമുക്ക് കിട്ടുമല്ലോ. അതായത് 3 മൈനസ് 0.4 എന്ന് നമുക്ക് കിട്ടും. ദെൻ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ കറക്റ്റ് സെന്ററിലായിട്ടാണ് നമ്മുടെ കോളം ഇരിക്കുന്നത്. സോ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഷെയ്ഡഡ് പോർഷന്റെ ലെങ്ത്തും റൈറ്റ് സൈഡിലുള്ള ഷെയ്ഡഡ് പോർഷന്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഷെയ്ഡഡ് പോർഷന്റെ ലെങ്ത് മാത്രം മതി. സോ അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഫൂട്ടിങ്ങിന്റെ സൈഡ് മൈനസ് കോളത്തിന്റെ സൈഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷന്റെ ലെങ്ത്, അതാണ് നമ്മുടെ എൽ എന്ന് പറയുന്നത്. സോ ഇത് എത്ര വരും? 3 മൈനസ് 0.4 എന്ന് പറയുമ്പോൾ 2.6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1.3 മീറ്റർ എന്നാണ് നമുക്ക് അതിന്റെ ലെങ്ത് കിട്ടുന്നത്. ഒരു കാൽക്കുലേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ എൽ എന്ന് പറയുന്നത് നമുക്ക് 1.3 മീറ്റർ എന്ന് കിട്ടി. സോ ദാറ്റ് നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് ഈസ് W എന്ന് പറയുന്നത് 1155 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇൻറ്റു ഇവിടെ മീറ്റർ ആയതുകൊണ്ട് 1.3 തന്നെ ലെങ്ത്തിന് മീറ്റർ തന്നെ ഇട്ടാൽ മതി. 1.3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് ഈ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 975.975 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇത്രയും ക്ലിയർ ആണല്ലോ. ബെൻഡിങ് മൊമെന്റ് വരെ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് ഡെപ്ത് ആണ്. നമ്മൾ ഫൂട്ടിങ്ങിന്റെ സൈഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി അത് എത്ര ഡെപ്തിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് 3 രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ, 1 വേ ഷിയർ കൺസിഡറേഷൻ, അതുപോലെ തന്നെ 2 വേ ഷിയർ കൺസിഡറേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ആ ഒരു ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നിന്റെയും വാല്യൂസ് എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് ഡെപ്ത് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ നോക്കാം. ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ IS 456-2000 IS 456-2000 അനെക്സ് ജിയിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന തന്നെയാണ്. mu is equal to 0.36 FCK BD square. XU max by D. 0.36 FCK BD square XU max by D 1 minus 0.42 XU max by D. ഈ ഇക്വേഷൻ അറിയാലോ. ഇതിനകത്ത് MUവിന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു, 975.975 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ 975.975 into 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കാൻ വേണ്ടി into 10⁶. ഈ കാൽക്കുലേഷൻസിൽ MUവിന്റെ രണ്ട് ഇക്വേഷൻസ് 0.36 വരുന്നതുകൊണ്ട് 0.87 വരുന്നതുകൊണ്ട് രണ്ട് ഇക്വേഷൻസിലും MUവിന്റെ വാല്യൂ ന്യൂട്ടൺ മില്ലിമീറ്ററിൽ ഇട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു 0.36, അതുപോലെ തന്നെ XU max by D FE 415 ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. സോ XU max by D ന്റെ വാല്യൂ 0.48 ആണ്. 1 minus 0.42 into 0.48. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 0.138 എന്ന് കിട്ടും. ഏതൊക്കെയാണ്? ഈ ഒരു 0.36 XU max by D, 1 minus 0.42 XU max by D, ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.138 എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് FCK 20 ആണ്. B എന്ന് പറയുന്നത് നമ്മുടെ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് എത്രയാണ്? 3 മീറ്റർ, അതായത് 3000 മില്ലിമീറ്റർ. ഇവിടെ നമ്മൾ ന്യൂട്ടൺ മില്ലിമീറ്ററിലാക്കി, സോ ഇവിടെ മില്ലിമീറ്റർ ആയിരിക്കണം. ദെൻ D സ്ക്വയർ ആണ് നമുക്ക് അറിയാത്ത വാല്യൂ, എഫക്റ്റീവ് ഡെപ്ത് D സ്ക്വയർ ആണ് അറിയാത്തത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? D ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. D ന്റെ വാല്യൂ എന്ന് പറയുന്നത് D സ്ക്വയറിന്റെ വാല്യൂ എത്രയാണെന്ന് വരും? D സ്ക്വയർ ഇവിടെ ഇട്ടിരുന്നാൽ നമുക്ക് 975.975 into 10⁶ divided by 0.138 into 20 into 3 into 10�3. സോ ദാറ്റ് D ന്റെ വാല്യൂ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടുത്തെ ഡെപ്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 343 മില്ലിമീറ്റർ എന്നാണ് ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷനിൽ വാല്യൂ കിട്ടുന്നത്. 343 മില്ലിമീറ്റർ ആണ് ബൈ ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ എഫക്റ്റീവ് ഡെപ്ത് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് 1 വേ ഷിയർ കൺസിഡറേഷൻ ആണ്. 1 വേ ഷിയർ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ വരച്ച സെയിം ഫിഗർ തന്നെയാണ്. നമ്മുടെ കോളത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വരുന്നു? ഫൂട്ടിങ് വരുന്നു. ഇതിന്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ സെന്റർ പൊസിഷനിലായിട്ട് നമ്മുടെ കോളം ഇരിപ്പുണ്ട്. അപ്പോൾ 1 വേ ഷിയർ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രം ദി ഫേസ് ഓഫ് ദി കോളം ഒരു D ഡിസ്റ്റൻസ് മാറിയിട്ട്, D എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു സൈഡ് ക്ലിയർ ആയില്ല. D എന്ന് പറയുന്നതാണ് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഫൂട്ടിങ്ങിന് നമ്മൾ എത്രയാണ് എഫക്റ്റീവ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡെപ്ത്, അത്രയും ഡെപ്ത് ഫ്രം ദി ഫേസ് ഓഫ് ദി കോളം മാറുന്നു. അങ്ങനെ മാറിയിട്ടുള്ള ഒരു സെക്ഷനിലാണ് നമുക്ക് 1 വേ ഷിയർ വരുന്നത്.
അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്, വേർ ഡി ഈസ് ദി എഫക്റ്റീവ് ഡെപ്ത്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് വൺ വേ ഷിയറിന്റെ കേസിൽ. Critical section is at a distance small d from the face of the column. അപ്പോൾ വൺ വേ ഷിയറിന്റെ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഒരു കാന്റിലിവർ പോർഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കാന്റിലിവർ പോർഷൻ വെച്ചിട്ട് ആ ഒരു ഫൂട്ടിങ് റേസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതാണ് വൺ വേ ഷിയറിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു വൺ വേ ഷിയറിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് എത്രയാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ IS കോഡിൽ IS 456/2000 പേജ് നമ്പർ 72 ക്ലോസ് 40.1 നമുക്കൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഷിയറിന്റെ ഇക്വേഷൻ. ഓക്കെ, ഷിയറിന്റെ ഇക്വേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഷിയർ സ്ട്രെസ് ടോ വി എന്ന് പറയുന്നത് ടോ വി ഇസ് ഈക്വൽ ടു BU ഡിവൈഡഡ് ബൈ B ഇൻറ്റു ഡി. BU ഡിവൈഡഡ് ബൈ B ഇൻറ്റു ഡി എന്ന് നമുക്ക് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. BU എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ്, B ബ്രെഡ്ത്ത്, D എന്ന് പറയുന്നത് ഡെപ്ത്. ഏതാണ് നമ്മുടെ സ്ട്രക്ചർ, അതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, പേജ് നമ്പർ 72-ലുള്ളതാണ്. അപ്പോൾ നമുക്ക് BU വേണം. BU എന്ന് പറയുന്നത് എന്താണ്? BU എന്ന് പറയുന്നതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ BU എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ആണ്. ഓക്കെ, പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ. ഇവിടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ വെച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് വെർട്ടിക്കൽ സൈഡ് നമുക്കറിയാം 3 മീറ്റർ ആണ്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ സൈഡ് വേണം അല്ലേ. ഹൊറിസോണ്ടൽ സൈഡ് നേരത്തെ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചായിരുന്നു. അതായത് ഈ ഒരു കോളത്തിന്റെ ഫേസ് മുതലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. കോളത്തിന്റെ ഫേസ് മുതലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണ്? 1.3 മീറ്റർ എന്ന് കിട്ടി. ആ ഒരു 1.3 മീറ്ററിൽ നിന്നും ഈ ഒരു സ്മോൾ ഡി മൈനസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയെന്ന് എഴുതാം? 1.3 മൈനസ് ഡി എന്ന് എഴുതിക്കൂടെ? കോളത്തിന്റെ ഫേസ് മുതൽ എഡ്ജ് ഓഫ് ദി ഫൂട്ടിംഗ് വരെ 1.3 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ബെൻഡിങ് മൊമെന്റിന് വേണ്ടി കണ്ടുപിടിച്ചു. അതിൽ നിന്ന് സ്മോൾ ഡി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 3 ഇൻറ്റു 1.3 മൈനസ് ഡി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് BU എന്ന് പറയുന്നത് പ്രഷർ എത്രയാണ്? പ്രഷർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, 385 kN/m² ആണ്. സോ 385 kN/m² ആണ്. അതിനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, കിലോന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ കൊടുത്തു. അപ്പോൾ Nm/m²-ലായി ഇൻറ്റു ഇതിന്റെ ഏരിയ. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 ആണ്, ഇൻറ്റു ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 1.3 മൈനസ് ഡി ആണ്. ഇതാണ് നമ്മുടെ BU. ഇത്രയും ആണ് നമ്മുടെ BU എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പൊ ഇത് എന്തിലായി? ന്യൂട്ടണിലായി. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? 385 × 10⁻³ എന്ന് പറയുന്നത് kN/m²-ലായിരുന്നു. ഇവിടെ 3 എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇവിടെ 1.3 മൈനസ് ഡി എന്ന് പറയുന്നത് മീറ്ററിലാണ്. അപ്പോൾ ഈ മീറ്റർ²ഉം 2 മീറ്ററും കൂടി മാറി, സോറി ഇത് ന്യൂട്ടണിലായിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി ന്യൂട്ടണായി. ഇത്രയുമാണ് നമ്മുടെ BU എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോവിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ടോവി ഇസ് ഈക്വൽ ടു BU ബൈ BD എന്നാണ് കോഡിലുള്ള ഇക്വേഷൻ. സോ ടോവി ഇസ് ഈക്വൽ ടു BUവിന്റെ വാല്യൂ 385 × 10⁻³ ഇൻറ്റു 3 ഇൻറ്റു 1.3 മൈനസ് ഡി, അത്രയും ന്യൂട്ടൺ, ഡിവൈഡഡ് ബൈ B ഇൻറ്റു ഡി. B എന്ന് പറയുന്ന ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത്. ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് എത്രയാണ്? 3 മീറ്റർ, അതായത് 3000 millimeter ഇൻറ്റു ഡി. ഡി മീറ്ററിലായിരിക്കും, അപ്പോൾ അത് മില്ലിമീറ്ററിലാക്കാൻ ഇൻറ്റു 10⁻³ ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോവി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഷിയറിന്റെ കേസിൽ ചെക്ക് നോക്കുന്നത് എന്താണ്? നമ്മളൊരു ഇക്വേഷൻ നോക്കുമായിരുന്നു, ടോവി ലെസ് ദാൻ ടോസി. ടോവി ലെസ് ദാൻ ടോസി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ടോവി ലെസ് ദാൻ ടോസി ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ആണെങ്കിലാണ് അത് ഓക്കെ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ടോസി വേണം. ടോസി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? IS കോഡിൽ ടേബിൾ നമ്പർ 19 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോസി, പേജ് നമ്പർ 73-ലുള്ള ടേബിൾ 19 യൂസ് ചെയ്തിട്ടാണ് ടോസി കണ്ടുപിടിക്കുന്നത്. ടോസി എങ്ങനെയായിരുന്നു? ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PT വാല്യൂ അതുപോലെ തന്നെ FCK വാല്യൂ അനുസരിച്ചാണ് കുറേ വാല്യൂസ് നമുക്കുള്ളത് ടോസിക്ക്. അപ്പോൾ FCK നമുക്കറിയാം 20 ആണ്. PT എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ, അതായത് 100 AST/BD ആണ്. അതിനെപ്പറ്റി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇപ്പൊ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആസ് ഓഫ് നൗ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു PT വാല്യൂ അസ്യൂം ചെയ്യുന്നു. PT വാല്യൂ ഒരു 0.25% എന്ന് അസ്യൂം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടോസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. PT 0.25% എന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്തിട്ട്
ഫോർ എഫ് സിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എഫ് സിക്ക് എന്ന് പറയുന്നത് 20 Nm/mm² ആണ്. അപ്പോൾ 0.25നും 20ക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോസി എത്രയാണെന്ന് ടേബിൾ 19 നോക്കും. ടേബിൾ 19 നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ടോസിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 0.36 ആണ് കിട്ടും. 0.36 ആ ഒരു ടേബിൾ നോക്കിയാൽ മതി. 0.36 Nm/mm² ആണ് ടോസിയുടെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോവി ലെസ് ദാൻ ടോസി ആണെങ്കിലാണ് അത് സേഫ് ആണെന്ന് പറയുന്നത്. സോ ഇവിടെ ആ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പം ടോവിയുടെ വാല്യൂ കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ ആ ഒരു വാല്യൂവിൽ, അതായത് അതിന്റെ ഡി എന്ന് പറയുന്ന ഒരു അൺനോൺ ആയിട്ട് നമുക്ക് അവിടെ കിടപ്പുണ്ടല്ലേ. ഞാനിപ്പോൾ ഇതൊന്ന് എറേസ് ചെയ്യാണ്, എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു 1/shear കൺസിഡറേഷനിൽ. അപ്പോൾ ടോവി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോസി എന്ന് പറയുന്ന കണ്ടീഷനിൽ ലിമിറ്റിംഗ് വാല്യൂ എടുക്കുന്നു. ടോവി ഇസ് ഈക്വൽ ടു ടോസി എന്ന് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു വാല്യൂ ഈ ഒരു 0.36 കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് ടോവി എന്ന് പറയുന്നത് എന്താണ്? 385 × 10⁻³ × 3 1.3 മൈനസ് ഡി ഡിവൈഡഡ് ബൈ 3000 × d × 10⁻³ ഇതാണ് ടോവി. ഇസ് ഈക്വൽ ടു ടോസി. ടോസി ഈസ് 0.36. എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്നൊരു ഡിന്റെ വാല്യൂ കിട്ടും. ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി 670 mm എന്നാണ് ഡെപ്തിന്റെ വാല്യൂ കിട്ടുന്നത്. ബൈ 1/shear. 1/shear വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഡെപ്തിന്റെ വാല്യൂ കിട്ടുന്നതാണ്. 1/shear വെച്ചിട്ട് ഡെപ്തിന്റെ വാല്യൂ കിട്ടുന്നത് 670 mm എന്നാണ്. ഈ കാൽക്കുലേഷൻ ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ വെച്ച് 343 കിട്ടി, 1/shear വെച്ചിട്ട് 670 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരു കൺസിഡറേഷനും കൂടി ഉണ്ട്, 2/shear കൺസിഡറേഷൻ. 2/shear കൺസിഡറേഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അതായത് നമ്മുടെ ഫൂട്ടിങ്ങിന്റെ പ്ലാൻ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൂട്ടിങ്. അതിന്റെ സെന്ററിലായിട്ട്, കറക്റ്റ് സെന്ററിലായിട്ട് നമ്മുടെ കോളം 0.4/4. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 1/shearന് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസിൽ നിന്നും ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. 2/shearന്റെ കേസ് വരുമ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ 4 ഫേസിൽ നിന്നും d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. 4 ഫേസിൽ നിന്നും, നേരത്തെ ഒരു ഫേസിൽ നിന്നായിരുന്നു, ഇവിടെ 4 ഫേസിൽ നിന്നും d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇങ്ങനെ ഒരു ആ ഒരു ഫൂട്ടിങ്ങിന്റെ അത് അല്ലെങ്കിൽ കോളത്തിന്റെയും ഷേപ്പ് ഏതാണോ ആ സെയിം ഷേപ്പിൽ തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും. ഫൈൻ, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെയും d/2 ആണ്. ഇങ്ങോട്ടേക്ക് നോക്കിയാലും d/2 ആണ്, ഇങ്ങോട്ടേക്കും d/2 ആണ്. എല്ലാ സൈഡിലേക്കും d/2, ഫ്രം ദി ഫേസ് ഓഫ് ദി കോളം എല്ലാ സൈഡിലേക്കും d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് എന്താണ് നേരത്തെ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെയും ഷിയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോവി എന്ന് പറയുന്നത് എന്താണ്? VU ഡിവൈഡഡ് ബൈ B × D തന്നെയാണ്. ഇവിടെ നമുക്ക് VU വേണം. VU എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ പ്രഷർ ഇൻറ്റു ഏരിയ തന്നെയാണ്. ഓക്കെ, പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ്. പ്രഷർ എന്ന് പറയുന്നത് 385 ആണ്. ഇൻറ്റു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് 3/3 ആണല്ലേ. ഫൂട്ടിങ്ങിന്റെ ഏരിയ 3/3 ആണ്. ആ ഒരു കോളത്തിന്റെ ഏരിയ 0.4/4 ആണ്. ഈ ഷെയ്ഡഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ മൊത്തത്തിലുള്ള ഏരിയയിൽ നിന്നും ഈ ഒരു എന്താണ് സ്ക്വയർ, അതായത് d/2 വീതം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കോളത്തിന്റെ ഫേസിൽ നിന്ന് d/2 വീതം എല്ലാ സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഫോം ചെയ്തല്ലോ. ആ ഒരു സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടുന്നത്. മൊത്തത്തിലുള്ള 3/3യിൽ നിന്ന് ഈ ഒരു മിഡിലുള്ള സ്ക്വയർ, ഓക്കെ, ആ ഒരു ഗ്രീൻ ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിച്ചിട്ടുള്ള സ്ക്വയർ, അതിനെ എന്ത് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? ആ ഒരു സ്ക്വയറിന്റെ സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് കോളത്തിന്റെ സൈഡ് എന്ന് പറയുന്നത് 0.4 ആണ്. അതിന്റെ ലെഫ്റ്റിലേക്കും d/2, റൈറ്റിലേക്കും d/2. അപ്പം രണ്ട് സൈഡിലേക്കും d/2 ആകുമ്പോൾ ഒരു d, അങ്ങനെ ഒരു സൈഡ് എന്ന് പറയുന്നത് 0.4. അതുപോലെ ഇതിന്റെ 4 സൈഡും 0.4 + d ആണ്. അപ്പൊ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ ആയതുകൊണ്ട് സൈഡിന്റെ സ്ക്വയർ 0.4 + d ന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം?
3ന്റെ സ്ക്വയറിൽ നിന്നും ഈ ഒരു 0.4 പ്ലസ് ബിന്റെ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ കിട്ടും. ഇനി ഈ ഒരു 385 എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്, നമുക്ക് ന്യൂട്ടണിലാണ് വി യു വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു 10⁻3. 385 ഒരു ഇൻറ്റു 10⁻3 കൂടി ഉണ്ടായിരുന്നു. ഇത്രയും ന്യൂട്ടൺ ആണ് നമ്മുടെ വി യു എന്ന് പറയുന്നത്. അപ്പോൾ ടോ വി നമുക്ക് എങ്ങനെ എഴുതാം, വി യു ഈസ് 385 ഇൻറ്റു 10⁻3 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 3 സ്ക്വയറിൽ നിന്നും 0.4 പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടും, ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് എത്രയാണ്, 3 മീറ്റർ ആണ് അല്ലേ. അപ്പം 3 ഇൻറ്റു 10⁻3 ഇൻറ്റു ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 10⁻3 10⁻3 ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ടോ വിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്താണ്, ഇവിടെ നമുക്ക് ടോ വി ലെസ് ദാൻ ടോ സി ആണ് നോക്കേണ്ടത്. പക്ഷേ 2-വേ ഷിയർ ആണ് ഇവിടെ. 2-വേ ഷിയറിന്റെ കേസിൽ നമുക്കൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് അതിനെ പറ്റി നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ IS കോഡിൽ തന്നെയാണ്. IS 456/2000 ഈ ഒരു 2-വേ ഷിയറിന്റെ ക്രൈറ്റീരിയയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ 58-ലാണ്. പേജ് നമ്പർ 58 ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ 31.6.3.1 31.6.3.1 പേജ് നമ്പർ 58-ലാണ് ഈ ഒരു 2-വേ ഷിയറിന്റെ കാര്യം, ആ ഒരു ചെക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോ വി എന്ന് പറയുന്നത് ലെസ് ദാൻ, നമ്മൾ പഠിച്ചത് എന്താണ്, ടോ വി ലെസ് ദാൻ ടോ സി എന്നാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുന്നത് ടോ വി ലെസ് ദാൻ KS ഇൻറ്റു ടോ സി എന്നാണ് വരുന്നത്. ടോ വി ലെസ് ദാൻ KS ഇൻറ്റു ടോ സി. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എന്താണ് KS ഉം ടോ സി. ഓക്കെ, ടോസി നേരത്തെ നമ്മൾ കണ്ട ടോസി എന്താണ്, ടേബിൾ 19 നിന്ന് എടുക്കുന്ന ടോസി. പക്ഷെ ഇവിടെ ടോസിക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ KS എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ്. KS എന്ന് പറയുന്നത് അത് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അതിന്റെ മാക്സിമം വാല്യൂ, കേസിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. നമ്മൾ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ആയിട്ട് KSന് 1 എന്നങ്ങ് വാല്യൂ എടുക്കും. അതിന്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പോകില്ല, KSന് നമ്മൾ 1 എന്നങ്ങ് വാല്യൂ എടുക്കും, ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് എടുക്കും. ദെൻ ടോ സി എന്ന് പറയുന്നത് 0.25√FCK ആണ്. ഇവിടെ 2-വേ ഷിയറിന്റെ കേസിൽ ടോ സി എന്ന് പറയുന്നത് 0.25√FCK ആണ്. സോ ടോ വി ലെസ് ദാൻ KS ടോ സി എന്നാണ്. KSന്റെ വാല്യൂ നമ്മൾ 1 എന്ന് എടുക്കുന്നു. ടോ സി ഇവിടെ 0.25√FCK ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ടോ സി എത്ര വരും, 0.25 ഇൻറ്റു √20. FCK ഈസ് 20. അപ്പൊ 0.25 ഇൻറ്റു √20 എന്ന് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ 1.118 എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി നമുക്ക് എന്താണ്, ഈ ഒരു ടോവി നേരത്തെ ചെയ്ത പോലെ തന്നെ ടോവിയുടെയും ടോസിയുടെയും വാല്യൂ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. സോ അവിടെ പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ലിമിറ്റിംഗ് കണ്ടീഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ KS ടോസിന്റെ വാല്യൂ 1 ഇൻറ്റു 1.118, അതായത് 1.118 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. സോ നമ്മൾ ടോ വി ഈക്വൽ ടു ടോ സി എന്ന് കൊടുക്കും. ടോ വി ഈക്വൽ ടു ടോ സി എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് കൊടുക്കാൻ പറ്റും, 385 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 0.4 പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഡി ഇൻറ്റു 10⁻³ ഈക്വൽ ടു 1.118. ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 749 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. 749 മില്ലിമീറ്റർ എന്നാണ് ഡിന്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 വാല്യൂസ് കിട്ടിയില്ലേ, ഏതൊക്കെയായിരുന്നു, ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷനിൽ നമുക്ക് 343 കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്താണ്, 1-വേ ഷിയർ കൺസിഡറേഷനിൽ 670 കിട്ടി. ദെൻ 2-വേ ഷിയർ കൺസിഡറേഷനിൽ 749 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി 3 വാല്യൂസ് ഉള്ളപ്പോൾ നമ്മൾ ഈ 3 എണ്ണത്തിൽ ഏറ്റവും ലാർജർ വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വൽ ഡെപ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് കൊടുക്കാനുള്ളത് അഡോപ്റ്റ് സ്മോൾ ഡി എഫക്റ്റീവ് ഡെപ്ത് ആസ് ഗ്രേറ്റർ വാല്യൂ 749 മില്ലിമീറ്റർ ആണ്. നമുക്ക് കിട്ടിയ 3 വാല്യൂസിൽ ഗ്രേറ്റർ വാല്യൂ 749 മില്ലിമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ചെയ്യാനുള്ളത്, എഫക്റ്റീവ് ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓവറോൾ ഡെപ്ത് വേണം. ഓവറോൾ ഡെപ്ത് വേണമെങ്കിൽ നമുക്ക് എഫക്റ്റീവ് കവറും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയമീറ്റർ വേണം. കാര്യം ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് എഫക്റ്റീവ് കവർ പ്ലസ് ഹാഫ് ഓഫ് ദി റീഇൻഫോഴ്സ്മെന്റ് ഡയമീറ്റർ എന്നാണ്. സോ അസ്യൂം എഫക്റ്റീവ് കവർ ഈസ് ഈക്വൽ ടു 75 മില്ലിമീറ്റർ. അതുപോലെ തന്നെ ഡയമീറ്റർ ഓഫ് ഫൈ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് ബാൾസ് ഈസ് ഈക്വൽ ടു 20 മില്ലിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കാലോ.
ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് ഡെപ്ത് 749 പ്ലസ് എഫക്റ്റീവ് കവർ 75 പ്ലസ് ഹാഫ് ഓഫ് ദി റീഇൻഫോഴ്സ്മെന്റ് ബാർ, അതായത് 20/2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 834 മില്ലിമീറ്റർ എന്നാണ് കിട്ടുന്നത്. 834 മില്ലിമീറ്റർ, അത് എന്ത് ചെയ്യുന്നു? അപ്രോക്സിമേറ്റ്ലി 835 മില്ലിമീറ്റർ എന്ന് കിട്ടുന്നു. 835 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ സ്മോൾ ഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്, therefore small d ന്റെ വാല്യൂ എന്ന് പറയുന്നത് 750 മില്ലിമീറ്റർ എന്നാവും. അതായത് നമ്മൾ ഓവറോൾ ഡെപ്ത് 835 എന്ന്, അതായത് 1 ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. സോ സ്മോൾ d ന്റെ വാല്യൂ 1 ഇൻക്രീസ് ചെയ്ത് 750 മില്ലിമീറ്റർ ആയി. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് ആക്ച്വലി വേണ്ടതാണ്. ഇനി നമ്മൾ എത്രയാണ് ശരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കണം. അതിന് നമുക്ക് വരുന്നത് രണ്ട് കാൽക്കുലേഷൻസ് ആണ്. അതായത് ഇപ്പം ഈ ഒരു ഫിഗറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ കോളം ഇങ്ങനെ ഇരിക്കുന്നു. കോളത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡെപ്തിൽ വരച്ചത്. ഓക്കെ, അപ്പോൾ ഒരു ഫൂട്ടിങ് ഇരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? റീഇൻഫോഴ്സ്മെന്റ്, ഫൂട്ടിങ്ങിന്റെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്, ഹൊറിസോണ്ടൽ വൺ. ദെൻ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് എത്രയാണോ നമുക്ക് നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, 1, ഞാനിപ്പം വെറുതെ ഒരു 6 എണ്ണം കൊടുത്തു. എത്രയാണ് കൗണ്ട് വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, അതിനനുസരിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഓവറോൾ ഡെപ്ത് ആണ്, അതായത് ഈ ടോപ്പ് മുതൽ ഈ ബോട്ടം വരെയുള്ള ഡെപ്ത് ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 835 എന്ന് കിട്ടിയത്. ഓക്കെ, ക്യാപിറ്റൽ ഡി 835 എന്ന് കിട്ടി. നമുക്ക് ഇതിനകത്ത് രണ്ട് വാല്യൂസ് വേണം. അതായത് ഇവിടെ വരെയുള്ള വാല്യൂ, അതായത് ഈ ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ ബോട്ടം വരെയുള്ള വാല്യൂ, അതുപോലെ തന്നെ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ടോപ്പ് വരെയുള്ള വാല്യൂ, ഇങ്ങനെ നമുക്ക് രണ്ട് വാല്യൂസ് വേണം. ഓക്കെ ആണോ? ഈ രണ്ട് വാല്യൂസ് നമുക്ക് വേണം. ആ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് D1, അതായത് D4 ബോട്ടം ലെയർ ഓഫ് ദി റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റിന്റെ ബോട്ടം ലെയറിലേക്കുള്ള ഡെപ്ത് എന്ന് പറയുന്നത് D4 ബോട്ടം ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ബോട്ടം ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അതിനെ D1 എന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബോട്ടം ലെയർ എന്ന് പറയുമ്പോൾ ഇവിടെ വരെയാണ്. അപ്പോൾ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? മൊത്തത്തിൽ നമുക്ക് 835 ആണ് ഉള്ളത്, ക്യാപിറ്റൽ ഡി. അതിൽ നിന്ന് എഫക്റ്റീവ് കവർ മൈനസ് ചെയ്തു, ഹാഫ് ഓഫ് ദി റീഇൻഫോഴ്സ്മെന്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലെത്തി നിൽക്കുന്നത്. അപ്പോൾ D1 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് എഴുതാം? 835 മൈനസ് എഫക്റ്റീവ് കവർ 75 മൈനസ് ഹാഫ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് തന്നെ കിട്ടും? 750 മില്ലിമീറ്റർ എന്ന് കിട്ടും. 750 മില്ലിമീറ്റർ. ഇതുപോലെ നമുക്ക് എന്ത് വേണം? D4 ടോപ്പ് ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് ഈ ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ മിഡിൽ വരെ വരുന്നത്, നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ മിഡിൽ വരെ വരുന്നത്. അപ്പോൾ എത്ര വരും? അതിനെ നമ്മൾ D2 എന്ന് കൊടുക്കുന്നു. ഓവറോൾ ഉള്ള ഡെപ്ത് 835 നിന്നും എഫക്റ്റീവ് കവർ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ബോട്ടം ലെയറിന്റെ എഡ്ജിൽ വന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ബോട്ടം ലെയറിന്റെ ടോപ്പിൽ പോയിട്ട് ടോപ്പ് ലെയറിന്റെ സെന്റർ വരെ പോകണം. ബോട്ടം ലെയറിന്റെ ടോപ്പിൽ പോകാൻ ആ ഒരു ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെന്റ് മൊത്തത്തിൽ മൈനസ് ചെയ്യണം. സോ 20 മൈനസ് ടോപ്പിലുള്ള ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ്, ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ മിഡിൽ വരെ നമുക്ക് ചെല്ലണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ആ റീഇൻഫോഴ്സ്മെന്റ് ഡയമീറ്ററിന്റെ ഹാഫ് എടുക്കാം. അപ്പോൾ ഓവറോൾ 835 മൈനസ് കവർ 75 മൈനസ് ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെന്റ് മൊത്തത്തിൽ 20 മൈനസ് വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഹാഫ് 20/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 730 മില്ലിമീറ്റർ എന്നാണ് വരുന്നത്. D2ന്റെ വാല്യൂ, D1ഉം D2. അപ്പൊ നമുക്ക് രണ്ട് ഡെപ്ത് ആയല്ലോ, D1 ആയി D2 ആയി. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്ത് എന്ന് പറയുന്നത്, ഓക്കെ, പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്ത് D എന്ന് പറയുന്നത് D1 പ്ലസ് D2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 750 പ്ലസ് 730 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 740 മില്ലിമീറ്റർ എന്ന് കിട്ടും. അതാണ് നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്ത് എന്ന് പറയുന്നത്, 740 മില്ലിമീറ്റർ. ഇതാണ് നമ്മൾ ഇനി പ്രോബ്ലത്തിനെല്ലാം എടുക്കുന്ന ഡെപ്ത്, 740 ആണ്. അപ്പോൾ ഡെപ്ത് കണ്ടുപിടിച്ച് ക്ലിയർ ആയാലോ? ബെൻഡിങ് മൊമെന്റ് കൺസിഡറേഷൻ, 1/2 ഷിയർ കൺസിഡറേഷൻ, 2/2 ഷിയർ കൺസിഡറേഷൻ, എന്നിട്ട് അതിൽ മാക്സിമം വാല്യൂ എടുക്കുന്നു, സ്യൂട്ടബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് കവറും ഡയമീറ്റർ ഓഫ് ബാർസും പ്രൊവൈഡ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓവറോൾ ആയിട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കുന്നു. ദെൻ ടോപ്പ് ലെയർ ബോട്ടം ലെയർ എത്രയാണ് വരുന്നത് നോക്കുന്നു. അതിന്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വൽ ഫൈനൽ ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ സൈസ് എല്ലാമായി, ലെങ്ത് എത്ര വേണം, വിഡ്ത്ത് എത്ര വേണം, ഡെപ്ത് എത്ര വേണം, അതെല്ലാമായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പ്, ഡിസൈൻ ഓഫ് ഫ്ലെക്ചറൽ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇപ്പോൾ ഡിസൈൻ ഓഫ് ഫ്ലെക്ചറൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് IS 456/2000 പേജ് നമ്പർ 96, പേജ് നമ്പർ 96 നമ്മൾ അനെക്സ് ജിയിൽ G1.1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റും റീഇൻഫോഴ്സ്മെന്റ് ഏരിയയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഏതാണ് ഇക്വേഷൻ? 0.87 FY/ASTD 1 - FY/AST ഡിവൈഡഡ് ബൈ FCK/BD. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് MUവിന്റെ വാല്യൂ നമുക്കറിയാം, നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 975.975 × 10⁻⁶. ഞാൻ പറഞ്ഞു MU ഇങ്ങനെയുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിലോ ന്യൂട്ടൺ മീറ്ററിനെ ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കണം. അതുകൊണ്ട് 10⁻⁶ equal to 0.87 FY 415. AST ആണ് നമുക്ക് അറിയാത്തത്, സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് AST. D എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? 740, നമ്മുടെ ആവറേജ് വാല്യൂ 740 × 1 - FY is 415, AST നമുക്ക് അറിയില്ല, അൺനോൺ ആണ്. FCK is 20, B എന്ന് പറയുന്നത് 3000 millimeter, D എന്ന് പറയുന്നത് 740 millimeter. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരും. ഈ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ASTയുടെ വാല്യൂ കിട്ടും. AST നമുക്ക് വാല്യൂ കിട്ടുന്നത് 3786.95 mm² എന്നാണ്. 3786.95 mm² എന്നാണ് ASTയുടെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ AST കിട്ടി. ഇനി ഈ ഒരു AST നമ്മൾ ഒരു കാര്യം ഓർമ്മയുണ്ടോ? നേരത്തെ നമുക്ക് ടോസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് PT എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.25% എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ടോസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. എന്നിട്ടാണ് ഡെപ്ത് ഒക്കെ നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം AST കിട്ടി. അപ്പോൾ ഈ AST വെച്ചിട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊന്ന് നോക്കാം. നമ്മുടെ അസംഷൻ കറക്റ്റ് ആയിരുന്നോ അല്ലേന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഈ AST എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കാം. സോ PT എന്ന് പറയുന്നത് 100 AST/BD എന്നാണ് ഇക്വേഷൻ. അപ്പോൾ 100 × 3786.95 ഡിവൈഡഡ് ബൈ B എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁻³ ഇൻറ്റു D എന്ന് പറയുന്നത് 740 നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഈ ഒരു പെർസെൻറ്റേജ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 0.17% എന്നാണ് വരുന്നത്. 0.17%. പക്ഷെ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത് എത്രയാണ്? 0.25% എന്നാണ് അസ്യൂം ചെയ്തത് അല്ലെ. 0.17% ഇപ്പോൾ വന്നോളൂ. നേരത്തെ നമ്മുടെ അസംഷൻ 0.25% ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നേരത്തെ ഉള്ള ഒരു അസംഷൻ എന്ന് പറയുന്ന 0.25 ആയതുകൊണ്ട് നമുക്ക് മിനിമം അത്രയെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തത്. സോ നമുക്ക് മിനിമം ഈ ഒരു 0.25% എങ്കിലും അസ്യൂം ചെയ്യണം, കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. സോ assume minimum reinforcement. Okay, minimum reinforcement 0.25% പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് AST എന്ന് പറയുന്നത് എത്ര കിട്ടും? ASTയുടെ ഇക്വേഷൻ വരുന്നത് PBD/100 എന്നാണ്. അതായത് PT എന്ന് പറയുന്നത് 100 AST/BD. അപ്പോൾ AST എന്ന് പറയുന്നത് PT × BD ഡിവൈഡഡ് ബൈ 100 അതാണ് PBD/100. PT എത്രയാണ്? 0.25. B എത്രയാണ്? 3000 millimeter. D എത്രയാണ്? 740 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്യുമ്പോൾ ASTയുടെ വാല്യൂ നമുക്ക് വരുന്നത് 5550 mm² എന്നാണ്. 5550 mm². ഈ ഒരു ഏരിയ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നേരത്തെ നമ്മൾ ഒരു അസംഷനും കൂടി കൊടുത്തായിരുന്നു. നമുക്ക് ഫൈ എന്ന് പറയുന്നത് 20 mm ഡയമീറ്റർ ബാൾസ് ആണ് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്പർ ഓഫ് ബാൾസ് എത്ര വരും? ടോട്ടൽ ഉള്ള ഏരിയ ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിന്റെ ഏരിയ, π/4 × 20². സോ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 17.66 നമ്പേഴ്സ് എന്ന് വരും. അപ്പോൾ നമ്മൾ എത്ര നമ്പർ ആയിട്ട് കൊടുക്കും? 18 നമ്പേഴ്സ് ഓഫ് ബാൾസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 18 നമ്പർ ഓഫ് ബാൾസ് ആണ് നമ്മൾ ആ ഒരു 3 മീറ്റർ സ്പാനിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ സ്പേസിംഗും കൂടി കണ്ടുപിടിക്കാം. ഓരോ ബാൾസും എത്ര സ്പേസിംഗിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. സ്പേസിംഗ് ഓഫ് ബാൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ട്? 3000 millimeter ഉണ്ട്. അതിലാണ് നമ്മൾ ഈ 18 ബാൾസ് ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. സോ സ്പേസിങ് 166.67 millimeter എന്ന് കൊടുക്കും. നമ്മളിത് റൗണ്ട് ഡൗൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 160 millimeter പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ലാസ്റ്റ് പ്രൊവൈഡ് 18 നമ്പർ ഓഫ്, ഹാഷ് ഇടുന്നത് നമ്പർ കാണിക്കാനാണ്, 18 നമ്പർ ഓഫ്
20 mm diameter bar. Diameter 5 ആണ് കൊടുക്കുന്നത്. At a center to center spacing of 160 millimeter. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് എഴുതി ഒരു ഡിസൈൻ കഴിയും. ഇനി നമുക്ക് കുറച്ച് ചെക്ക് ഉണ്ട്. നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 1, 2, 3 ചെക്കും കൂടി ഉണ്ട്. അതും കൂടി ആകുമ്പോൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് ചെക്ക് ഫോർ വൺ വേ ഷിയർ. ഓക്കെ, ചെക്ക് ഫോർ വൺ വേ ഷിയർ. നമ്മൾ വൺ വേ ഷിയർ കൺസിഡറേഷനിലാണ് ഡെപ്ത് ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അത് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ നമ്മുടെ ഷിയറിന്റെ ചെക്ക് എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ ആണ്? ഷിയർ എന്ന് പറയുമ്പോൾ ചെക്ക് എന്ന് പറയുന്നത് ടോവി ലെസ് ദാൻ ടോസി ആയിരിക്കണം. അതാണ് നമ്മുടെ സേഫ്റ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോവിയുടെ ഇക്വേഷൻ നേരത്തെ കിട്ടിയത് എങ്ങനെയാണ്? ഡി വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വന്നത് അല്ലേ. ടോവി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെയാണ് വന്നത് 385 × 10⁻³ × 3 × 1.3 - d ഡിവൈഡഡ് ബൈ 3 × 10⁻³ × d × 10⁻³. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് 740 ആണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ടോവി എന്ന് പറയുന്നത് 385 × 10⁻³ × 3 × 1.3 - d എന്നായിരുന്നു. അപ്പോൾ 1.3 ആയതുകൊണ്ട് നമ്മൾ 0.74 ആണ് കൊടുക്കുന്നത്. ഇത് മീറ്റർ ആയതുകൊണ്ട് 740 മീറ്ററിലേക്ക് ആക്കി കൊടുക്കും. ഡിവൈഡഡ് ബൈ 3 × 10⁻³ × 740. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ 0.29 Nm/mm² എന്നാണ് ടോവിയുടെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടോസി വേണം. ടോസി നമ്മൾ നേരത്തെ എങ്ങനെയാണ് എടുത്തത്? ടേബിൾ 19 0.25% ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കാം. അതായത് നമുക്ക് 0.25% എന്ന് പറയുന്നത് 5550 mm² ആണ്. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 17.66 നമ്പേഴ്സ് ഓഫ് ബാൾസ് ആയിരുന്നു വേണ്ടത്. നമ്മൾ 80 നമ്പർ കൊടുത്തു. അപ്പോൾ 80 നമ്പർ കൊടുക്കുമ്പം ആക്ച്വലി എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 0.25 എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം. PT is equal to 100 AST/PD. അപ്പോൾ 100 × AST എത്രയാണ്? നമ്മൾ 18 നമ്പർ ഓഫ് ബാൾസ് കൊടുത്തു. അപ്പം 18 × π/4 × 20² ഡിവൈഡഡ് ബൈ B എത്രയാണ്? 3000 × D എത്രയാണ്? 740. അപ്പോൾ നമുക്ക് PT-യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.255% എന്നായി. ഒരു ചെറിയ ഇൻക്രീസ്. ഓക്കെ, 0.255% എന്നായി. അപ്പോൾ PT എന്ന് പറയുന്നത് നമുക്ക് PT-യും FCK-യും ആണ്. PT-യും FCK 20-ക്കുള്ള വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ PT 0.255 എന്ന് പറയുമ്പോഴത്തേക്കും ഏതിനൊക്കെ ഇടയിലാണ്? 0.25-നും അതുപോലെ 0.3-ക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഇന്റർപോളേഷൻ വഴി കണ്ടുപിടിക്കുക ടേബിളിലെ വാല്യൂസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോസി വാല്യൂ കിട്ടുന്നത് 4.255 ആൻഡ് FCK 20-ക്ക് ടോസിയുടെ വാല്യൂ കിട്ടുന്നത് 0.3624 Nm/mm² എന്നാണ്. 0.362 Nm/mm² എന്നാണ് ടോസിയുടെ വാല്യൂ കിട്ടുന്നത്. ടോവിയുടെ വാല്യൂ എത്രയായിരുന്നു? 0.29. അപ്പോൾ ടോവി എന്ന് പറയുന്നത് 0.29, ടോസി എന്ന് പറയുന്നത് 0.362. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസി ആണ്. സോ അതെന്താണ്? സേഫ് ആണ്. ആ ചെക്ക് നമുക്ക് ഓക്കെ ആയി. ഓക്കെ, ഇതുപോലെ ടു വേ ഷെയറിൻ്റെതും ചെയ്യാം. ടു വേ ഷെയറിൻ്റെതും ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ടോവി ലെസ് ദാൻ KS ടോസി എന്നാണ്. വെയർ KS is equal to 1, ടോസി എന്ന് പറയുന്നത് 0.25 √FCK. ഓക്കെ, അപ്പോൾ ടോവിയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? നമ്മുടെ ഇക്വേഷൻ നേരത്തെ ഉണ്ടായിരുന്നത് 385 × 10⁻³ × 3² മൈനസ് 0.4 plus 0.74 the whole square, 0.4 plus d the whole square. അതായത് വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ നമ്മൾ മൈനസ് ചെയ്തു. × 4 × 0.4 plus 0.74 പെരിമീറ്റർ ആണ് നമ്മൾ അവിടെ ടു വേ ഷെയറിന് കൺസിഡർ ചെയ്യുന്നത്. മില്ലിമീറ്റർ ആക്കാൻ × 10⁻³ × 740. ഡെപ്ത് എന്ന് പറയുന്നത് 740. അപ്പോൾ ഇതിന്റെ വാല്യൂ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ടോവിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.879 Nm/mm² എന്നാണ് കിട്ടുന്നത് ടോവിയുടെ വാല്യൂ. ഇനി നമുക്ക് എന്ത് വേണം? ടോസി വേണം. ടോസി എന്ന് പറയുമ്പോഴത്തേക്കും അതായത് KS ടോസി വേണം. KS is 1, ടോസി എന്ന് പറയുന്നത് 0.25 √20. 0.25 √20 is 1.118
mm². അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 0.879 എന്ന് പറയുന്നത് 1.118നേക്കാളും ചെറുതാണ്. ടോ വി ലെസ് ദാൻ KS ടോ സി. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, 2-way ഷിയറും സേഫ് ആണ്. അപ്പോൾ ആ ഒരു ഡിസൈനും ഓക്കെ ആണ്. ഓക്കെ, അടുത്ത വരുന്ന ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ബെയറിംഗ് പ്രഷർ ആണ്. ചെക്ക് ഫോർ ബെയറിംഗ് പ്രഷർ. ബെയറിംഗ് പ്രഷറിന്റെ ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ആക്ച്വലി ഒരു മൊത്തത്തിലുള്ള ഡിസൈൻ, ഫൂട്ടിങ്, റീഇൻഫോഴ്സ്മെന്റ് എല്ലാം കൂടി എത്രത്തോളം ലോഡ് ആ ഒരു സോയിലിലേക്ക് കൊടുക്കുന്നുണ്ട്. സോയിലിന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 280 kN/m². ആണ്. അപ്പൊ അതിന് ആ ഒരു ലിമിറ്റിൽ വിത്തിനായിട്ട് നിൽക്കുന്നുണ്ടോ, വിത്തിന്റെ ലിമിറ്റ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബെയറിംഗ് പ്രഷറിന്റെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്, ഫൂട്ടിങ് എക്സേർട്ട് ചെയ്യുന്നത് എത്രത്തോളം ലോഡാണെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കോളം എക്സേർട്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും 2100 kN ആണ് അവിടുത്തെ കോളം ലോഡ് എന്ന് പറയുന്നത്. സോ കോളം ലോഡ് is equal to 2100 kN. ദെൻ ഫൂട്ടിങ്ങിന്റെ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ ഫൂട്ടിങ്ങിന്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിങ്. ഫൂട്ടിങ്ങിന്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം, ഫൂട്ടിങ്ങിന്റെ സൈസ് അറിയാം, അതിന്റെ ഡെപ്ത് അറിയാം, ഫൂട്ടിങ്ങിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫൂട്ടിങ്ങിന്റെ വോളിയം കിട്ടും. ഫൂട്ടിങ്ങിന്റെ വോളിയത്തിന് അതിന്റെ ഡെൻസിറ്റി കൊണ്ട്, അതായത് ഫൂട്ടിങ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നതാണ് നമുക്ക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ ഡെൻസിറ്റി വോളിയം നമുക്ക് ഫൂട്ടിങ്ങിന്റെ അറിയാം. വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും 3 × 3 ആയപ്പോൾ ഏരിയ ആയി, ഇൻറ്റു ഡെപ്ത് 0.474 ചെയ്തപ്പോഴത്തേക്കും വോളിയം ആയി, ഇൻറ്റു ഡെൻസിറ്റി. കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 24 kN/m³ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൻസിറ്റി kN/m³ ഇൻറ്റു m³, വോളിയം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കിലോന്യൂട്ടൺ. കിലോന്യൂട്ടൺ എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്തപ്പോൾ സെൽഫ് വെയിറ്റ് ഓഫ് ദി ഫൂട്ടിങ് കിട്ടി. സെൽഫ് വെയിറ്റ് ഓഫ് ദി ഫൂട്ടിങ് നമുക്ക് കിട്ടുന്നത് 159.84 kN എന്നാണ്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്, ടോട്ടൽ ലോഡ് ടു ദി സോയിൽ, സോയിലിലേക്ക് ഫൂട്ടിങ് കൊടുക്കുന്ന ടോട്ടൽ ലോഡ് എത്രയാണ് വരുന്നത്, ടോട്ടൽ ലോഡ് ടു ദി സോയിൽ എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ ഒരു 2100 കോളത്തിൽ നിന്നുണ്ട് പ്ലസ് ഈ ഒരു ഫൂട്ടിങ്ങിന്റെ 159.84 ഉണ്ട്. റൈറ്റ്, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര കിട്ടുന്നു, 2259.84 kN ആണ് ടോട്ടലി നമ്മൾ സോയിലിലേക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ വരുന്ന പ്രഷർ എത്രയാണ്, ആ ഒരു സോയിലിന് എത്രത്തോളം പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യേണ്ടി വരുന്നു, ആ ഒരു ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. പ്രഷർ എന്ന് പറയുമ്പോൾ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ലോഡ് എത്രയാണ്, 2259.84 kN. ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ ഏരിയ 3/3 m². അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 251.09 kN/m² എന്നാണ്, വിച്ച് ഈസ് ലെസ് ദാൻ 280 kN/m². 280 kN/m² എന്ന് പറയുന്നത് നമ്മുടെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയെക്കാളും കുറവാണ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ചെക്കും എന്താണ്, സേഫ് ആണ്. ആ ഒരു ചെക്കും അവിടെ സേഫ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും ചെക്ക് കൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഡിസൈൻ കംപ്ലീറ്റ് ആവും. ദെൻ അതിന്റെ ആ ഒരു ഫിഗറും കൂടി വരച്ചാൽ മതി. ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് വരുന്നത്, ഒരു റഫ് ഫിഗർ, അതായത് നമ്മുടെ കോളം, അതുപോലെ തന്നെ ഫൂട്ടിങ്, കോളത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫൂട്ടിങ്. പിന്നെ അത് മെയിനായിട്ട് കാണിക്കാനുള്ളത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് വരുന്നത്. ദെൻ ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഡെപ്ത് എന്ന് പറയുന്നത് 835 ആണ്, 835 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പം ഒന്നുകിൽ എല്ലാം സെയിം യൂണിറ്റിൽ എഴുതുക. അപ്പം ഇവിടെ നമുക്ക് 3000 മില്ലിമീറ്റർ, ഇവിടെ 835 മില്ലിമീറ്റർ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും അല്ലേ, ഒരു ഹൊറിസോണ്ടലും പിന്നെ എന്താണ് നമുക്ക് 18 നമ്പർ ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ ആ ഒരു 18 നമ്പർ കൗണ്ട് ചെയ്ത് എന്ത് ചെയ്യുക, ആ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കുറച്ച് മാർക്ക് ചെയ്തിരുന്നാലും മതി. എന്നിട്ട് ആ ഒരു നമ്മുടെ D1ഉം D2ഉം ഇതിൻ്റെ അകത്ത് കാണിക്കണം. ഓക്കെ, D1 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരെ വരുന്ന D1 നമുക്ക് എത്രയായിരുന്നു, 750 ആണ് D1 കിട്ടിയത്. അതുപോലെ എന്താണ് D2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നു, 730 കിട്ടുന്നു. ആ ഒരു D1 D2 അതിനകത്ത് കാണിക്കുക. ദെൻ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്ലാനും കൂടി, ഇതിന്റെ ഒരു പ്ലാനും കൂടി കാണിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. കോളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും 8 മീറ്റർ ആണ് അവിടുത്തെ 8 നമ്പർ ഓഫ് പാർട്സ്, 20 mm ഡയമീറ്റർ 8 നമ്പർ ഓഫ് പാർട്സ് ആണ് കോളത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് ലെങ്ത് വരുന്ന രീതിയിൽ ആ ഒരു ഫിഗറും കൂടി കാണിച്ചിട്ട് ഇതിന്റെ പ്രൊജക്ഷൻ ആയിട്ട് പ്ലാനും കൂടി വരച്ച് ആ ഒരു ഫിഗർ നമുക്ക് കാണിക്കാം. അപ്പൊ പ്രൊജക്ഷൻ കാണിക്കുമ്പോൾ ഈ ഓരോ ഡോട്ടഡ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന ബാഴ്സിനെയും അതിൻ്റെ അകത്ത് കാണിക്കണം. പിന്നെ ഹൊറിസോണ്ടൽ ബാഴ്സും കാണിക്കണം. ഓക്കെ,
അങ്ങനെയാണ് ഇതിൻ്റെ ഫിഗറും കൂടി വരച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡിസൈൻ ഫുള്ള് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ 9 സ്റ്റെപ്പും ക്ലിയർ ആണല്ലോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.